മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനയ്ക്കായി ജലവിഭവ വകുപ്പിനുള്ള പുതിയ ബോട്ട് നീറ്റിലിറങ്ങി. 10 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ടാണ് മുല്ലപ്പെരിയാറിൽ എത്തിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അരമണിക്കൂർ കൊണ്ട് ഇനി തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമായി നേരത്തെ ഉണ്ടായിരുന്ന ജലവിഭവ വകുപ്പിന്റെ സ്പീഡ് ബോട്ട് 15 വർഷം മുമ്പാണ് തകരാറിലായത്. മറ്റു വകുപ്പുകളുടെ ബോട്ടിനെ ആശ്രയിച്ചായിരുന്നു ഇത്രയും കാലം പരിശോധന. ഇത് പലപ്പോഴും സാങ്കേതിക ബുദ്ധിമുട്ടുകളും പരിശോധന മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാക്കി. തുടർന്നാണ് ബോട്ട് സ്വന്തമായി വാങ്ങുമെന്ന് 2021 ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. 3.5 വർഷം കൊണ്ട് ബോട്ട് നീറ്റിലിറങ്ങി. 12 ലക്ഷത്തിലേറെ രൂപ മുടക്കിയാണ് പുതിയ ബോട്ട് വാങ്ങിയത്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട തമിഴ്നാട് എന്തു ചെയ്താലും അത് കേരളത്തെ തകർക്കുന്നതാകുമെന്ന അമിത പ്രചാരണം ചിലർ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഡാം പരിസരത്തെ മരം മുറിക്കാനും റോഡ് നന്നാക്കാനുമുള്ള അനുമതി ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ തീരുമാനം കൈക്കൊള്ളാൻ സുപ്രീം കോടതി പുതിയ മേൽനോട്ട സമിതി ചുമതലപ്പെടുത്തി. ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ തീരുമാനമാണ് മേൽനോട്ട സമിതി കൈക്കൊള്ളേണ്ടതെന്നും ജഡ്ജിമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. മരം മുറിക്കുന്നത് ഉൾപ്പെടെ ഡാം പരിസരത്ത് തമിഴ്നാട് ആവശ്യപ്പെടുന്ന ഇടപെടലുകൾക്ക് കേരളം അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ബെഞ്ച്. ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കീഴിലെ പുതിയ സമിതിക്കാണ് നിലവിൽ ഡാമിന്റെ മേൽനോട്ട ചുമതല. ഇരു സംസ്ഥാനങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന തീരുമാനമായിരിക്കണം കൈക്കൊള്ളേണ്ടത് എന്ന് മേൽനോട്ട സമിതിയോട് ആവശ്യപ്പെട്ട കോടതി തർക്കം വന്നാൽ തീർപ്പാക്കേണ്ട വിഷയങ്ങൾ ബെഞ്ചിന് റിപ്പോർട്ടായി നൽകാനും നിർദ്ദേശിച്ചു. തീർപ്പാക്കാനുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ട കോടതി ശേഷം 2 ആഴ്ചയ്ക്കകം നടപടിയെടുക്കാനും 4 ആഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകാനുമാണ് നിർദ്ദേശിച്ചത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ 3-അംഗ ബെഞ്ചാണ് പരിഗണിക്കേണ്ടതെന്ന നിരീക്ഷണവും സുപ്രീം കോടതി നടത്തി. ഇതിനായി ഹർജികൾ ചീഫ് ജസ്റ്റിസിന് വിടുകയാണെന്നും തിരികെ തങ്ങളുടെ ബെഞ്ചിലെത്തിയാൽ മാർച്ച് 5-ന് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് തടയുന്ന നിലപാടാണ് കേരള സർക്കാരിന്റേതെന്ന് തമിഴ്നാട് സർക്കാർ വാദിച്ചു. 15 മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകുകയും പൊടുന്നനെ പിൻവലിക്കുകയും ചെയ്തു. ഡാം പൊളിച്ചു നീക്കണമെന്ന ഉദ്ദേശമാണ് കേരളത്തിനുള്ളത്. ഈ വാദത്തെ കേരളം എതിർത്തു. ഡാമിന്റെ പഴക്കം ചൂണ്ടിക്കാട്ടിയ കേരളം ഓരോ 5 വർഷം കൂടുമ്പോഴും നടക്കേണ്ട സുരക്ഷാ പരിശോധനയെ തമിഴ്നാട് എതിർക്കുകയാണെന്നും വാദിച്ചു. സഹകരണ ഫെഡറലിസം ഒന്നുണ്ടെന്നും കേരളം ഓർക്കണമെന്നായിരുന്നു തമിഴ്നാടിന്റെ മറുപടി. സംസ്ഥാന സർക്കാരിനായി ജയ്ദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൌൺസിൽ CK ശശി എന്നിവർ ഹാജരായി. അതേസമയം മുല്ലപ്പെരിയാർ കേസിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആശങ്കയും നിർദ്ദേശവും പങ്കുവയ്ക്കാനാണ് സമരസമിതി ഭാരവാഹികൾ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഡാമിന്റെ നിലവിലെ അവസ്ഥ ശാസ്ത്രീയമായി പരിശോധിക്കണമെന്ന ആവശ്യം തന്നെയാണ് സർക്കാരിനുമുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യം കോടതിയിലും മേൽനോട്ട സമിതിയിലും കേരളം ആവശ്യപ്പെടുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. ശാശ്വതമായ പരിഹാരമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ വിദഗ്ധരായ അഭിഭാഷകരെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.